അങ്ങനെ രാമേശ്വരത്തേക്കുള്ള ട്രെയിനിൽ കയറിയിരിക്കണം. 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ കിടക്കുന്നത്. 6:15-നാണ് ഇനി ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മധുര റെയിൽവേ സ്റ്റേഷനാണ് നിൽക്കുന്നത്. ഇവിടെ പണികളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടങ്ങുകയെന്ന് പറയുമ്പോൾ 347 കോടി രൂപ മധുര റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനവിടെ ഫ്ലെക്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള വികസനം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. രാമേശ്വരത്തേക്ക് പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ് ഇത്. ഇതിൽ തന്നെ ഇത്രയും ആൾക്കാർ ഇപ്പോൾ വെയിറ്റിംഗ് ആണ് വണ്ടി എടുക്കുന്ന കാത്ത്. ഏകദേശം 6:15-നാണ് നമ്മുടെ വണ്ടി പുറപ്പെടുന്നത്. വണ്ടിയുടെ ഉള്ളിൽ വേറെ ഒന്നും ഓണായിട്ടൊന്നുമില്ല, ലൈറ്റോ ഫാനോ ഒന്നും. നല്ല ചൂടുണ്ട് അതിൻ്റെ ഉള്ളിൽ, അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്. പുറത്ത് ഒരു റെയിൽ കയറ്റി കൊണ്ടുപോകുന്നൊരു തീവണ്ടി കണ്ടോ? റെയിൽവേ പാളങ്ങളുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു. ആ എമർജൻസി വിൻഡോ ഇരിക്കുന്നത് എൻ്റെ സീറ്റാണ് കേട്ടോ. ഒരുത്ത ആകെ പൊക്കി നോക്കുന്നുണ്ടല്ലോ. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഒരു പട്ടണമാണ് രാമേശ്വരം. ഇന്ത്യയുടെ മുഖ്യഭൂമിയിൽ നിന്നും പാമ്പൻ കനാലിനാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പാമ്പൻ ദ്വീപിലാണ് രാമേശ്വരം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്കയിലെ മന്നാർ ദ്വീപിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് പാമ്പൻ ദ്വീപ്. രാമേശ്വരം ദ്വീപ് എന്നും അറിയപ്പെടുന്ന ഈ പാമ്പൻ ദ്വീപ് ഇന്ത്യയുടെ മുഖ്യഭൂമിയുമായി പാമ്പൻ പാലത്തിനാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിന്ദുക്കളുടെ ഒരു പുണ്യസ്ഥലവും തീർത്ഥാടന കേന്ദ്രവുമാണ് രാമേശ്വരം. ഉപദ്വീപീയ ഇന്ത്യയുടെ അരികിലായി മാന്നാർ കടലിടുക്കിലാണ് രാമേശ്വരത്തിൻ്റെ സ്ഥാനം. രാമായണം എന്ന ഇതിഹാസ കാവ്യമനുസരിച്ച് ലങ്കാപതിയായ രാവണനാൽ അപഹരിക്കപ്പെട്ട തൻ്റെ പത്നി സീതയെ മോചിപ്പിക്കുന്നതിനായി ശ്രീരാമൻ ഭാരതത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പാലം നിർമ്മിച്ച സ്ഥലമാണിത്. ശ്രീരാമചന്ദ്രനാൽ ശിവപ്രതിഷ്ഠ നടന്ന സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രദേശമാണ് രാമേശ്വരം. രാമന്റെ ഈശ്വരൻ വാണരുളുന്ന ദേശം എന്ന അർത്ഥത്തിൽ ഈ പ്രദേശത്തിന് രാമേശ്വരം എന്ന് നാമം. ആദികാവ്യമായ രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന പ്രദേശമാണ് രാമേശ്വരം. ഭാരത ഉപദ്വീപിൽ നിന്ന് ലങ്കയിൽ എത്തിച്ചേരുന്നതിനായി ഇവിടെ നിന്ന് ശ്രീരാമൻ വാനരസേനയുടെ സഹായത്തോടെ ലങ്കയിലേക്ക് പാലം പണിതു എന്നാണ് വിശ്വാസം. രാമായണത്തിൽ ഈ കഥ സേതുബന്ധനം എന്ന് പരാമർശിക്കപ്പെടുന്നു. സേതു എന്നാൽ പാലം അഥവാ അണ എന്നർത്ഥം. രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന പാലം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭൂഭാഗം രാമസേതു എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കേണ്ട സ്ഥലം ശ്രീരാമൻ തൻ്റെ ധനുസ്സിൻ്റെ അഗ്രം കൊണ്ട് അടയാളപ്പെടുത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ധനുഷ്കോടി. രാവണനെ പരാജയപ്പെടുത്തിയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ രാമൻ വിഭീഷണന്റെ അഭിപ്രായം മാനിച്ച് തൻ്റെ വില്ലിൻ്റെ മുനകൊണ്ട് സേതുവിനെ ഉടക്കിയാൽ ധനുഷ്കോടി എന്ന സ്ഥലനാമം ഉണ്ടായെന്ന അഭിപ്രായവുമുണ്ട്. മഹോദിതയും രത്നാകരവും സന്ധിക്കുന്ന ധനുഷ്കോടിയിൽ മുങ്ങിക്കുളിച്ചാലേ കാശി യാത്രയുടെ ഫലം പൂർണ്ണമായി ലഭിക്കൂ എന്നാണ് വിശ്വാസം. രാവണ സംഹാരത്തിന് ശേഷം മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മഹത്യാദോഷം പരിഹരിക്കാനായി സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വരപ്രീതി ലഭ്യമാക്കുവാൻ മഹർഷികൾ നിർദ്ദേശിച്ചുവത്രേ. പ്രതിഷ്ഠ നടത്തുവാൻ മുഹൂർത്തം കുറിച്ച് കൈലാസത്തിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവരാൻ ഹനുമാനെ അയച്ചതായും ദൂരത്തു നിന്നുള്ള കൈലാസത്തിൽ നിന്നും ശിവലിംഗം എത്തിക്കാൻ ഹനുമാന് കാലതാമസം നേരിട്ടതിനാൽ സീതാദേവി തൻ്റെ കരങ്ങളാൽ മണലിൽ സൃഷ്ടിച്ച ലിംഗം പ്രതിഷ്ഠിച്ച് മുഹൂർത്ത സമയത്തു തന്നെ പൂജാതി ക്രിയകൾ അനുഷ്ഠിച്ചതായും പറയപ്പെടുന്നു. ശിവലിംഗവുമായി തിരിച്ചെത്തിയ ഹനുമാൻ പൂജ കഴിഞ്ഞുകൊണ്ട് ദുഃഖിതനാവുകയും ഹനുമാനെ സാന്ത്വനിപ്പിക്കുന്നതിനായി രാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗത്തിനു സമീപം തന്നെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ച് പ്രസ്തുത ലിംഗത്തിന് ആദ്യം പൂജ ചെയ്യണമെന്ന് ശ്രീരാമൻ കൽപ്പിച്ചു അത്രേ. ശ്രീരാമനാഥസ്വാമിയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ ശ്രീ പർവത വർത്തിനിയമ്മയുമാണ് രാമേശ്വരം ശ്രീ രാമനാഥസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യ ദേവതകൾ. മിക്ക ക്ഷേത്രത്തിലും ദേവീദേവന്റെ വാമഭാഗത്ത് ഇടത് വശത്ത് നിലകൊള്ളുമ്പോൾ ഇവിടെ ദേവസന്നിധിയുടെ ദക്ഷിണ ഭാഗത്തായിട്ടാണ്, വലത് വശത്തായിട്ടാണ് ദേവീ സന്നിധിയുള്ളത്.
മണ്ഡപം അല്ല, മണ്ണാമതുരൈ ജംഗ്ഷൻ. മണ്ണാമതുരൈ ജംഗ്ഷൻ. ഇതാണല്ലോ നേരത്തെ പിള്ളേർ പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ, മണ്ണാമതുരൈ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ മധുരൈ കഴിഞ്ഞിട്ട് ഇത്രയും നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ കാണുന്ന ആദ്യമായിട്ടുണ്ടോ? മന്നാതുരൈ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ആദ്യം മണ്ഡപം റെയിൽവേ സ്റ്റേഷനാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇനി കുറച്ചും കൂടിയും ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ. ഏകദേശം ഒരു 9-10 മണിക്ക് ആകുമ്പോഴാണ് നമ്മൾ ഇനി രാമേശ്വരത്ത് എത്തുള്ളൂ. മന്നാതുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു വെജ് ബിരിയാണി മേടിച്ചു, 80 രൂപ. ഇപ്പോൾ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നു, സുടിയൂർ എന്നാണ് പേര് ഞാൻ കണ്ടത്. സുടിയൂർ കുറച്ച് വലിയ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, നിർത്തുമെന്ന് അറിയില്ല. ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. വണ്ടി ഇവിടെ നിർത്തി. സുടിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പ്. ഈ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ ട്രെയിനിന് വേണ്ടി സിഗ്നൽ റെഡാണ്, പച്ച ആവുന്നവരെ കാത്തിരിക്കാം. പച്ച വരില്ല കേട്ടോ, മഞ്ഞ കളറാണ് വരികയെന്ന് തോന്നുന്നു. അല്ല, പച്ച ലൈറ്റ് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത്. ഒരു പച്ച ലൈറ്റ് ചെറിയൊരു ഷേഡൊക്കെ ഉണ്ടോ. ഇപ്പോൾ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. ഇതേതാ വേറൊരു സ്റ്റേഷനാണല്ലോ. ഇവിടെ വീണ്ടും വേറൊരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ്. സത്തിരക്കുടി അങ്ങനെ എന്തോ പേരുള്ളത്. ഇവിടെ ഒന്നും അധികം നേരം ട്രെയിൻ നിർത്തുന്നില്ല. വണ്ടി വന്ന് നിർത്തുന്നു, അപ്പം തന്നെ എടുക്കുന്നു, അങ്ങനെയാണ്. ഇവിടെ ശരിക്കും തൊട്ടപ്പുറത്ത് കാണുന്നുണ്ട് ചതുപ്പ് പ്രദേശമാണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക തരം ചെടികളൊക്കെയാണ് ഇവിടെ വളർന്നിരിക്കുന്നത്. ഇരുട്ടായ കാരണം പിന്നെ നമുക്ക് കാണില്ല. നാളെ പകലെടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. രാമനാഥപുരം എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ട്രെയിൻ എത്തിയിരിക്കുന്നത്. ഇത് കുറച്ച് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ചരക്ക് ട്രെയിനൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് വലിയ റെയിൽവേ സ്റ്റേഷനായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സ്റ്റേഷനാണ്. വീണ്ടും ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, പോയിക്കൊണ്ടിരിക്കുകയാണ്. രാമനാഥപുരം പിന്നിട്ടു. സമയം 8:35 ആകുന്നു. വളൻ തറവായി എന്തിട്ടൊക്കെ പേരുള്ളൂ. അവിടെ എന്തൊരു തീ കത്തണുണ്ടില്ലേ, മകരജ്യോതിക്ക് ഇത് കത്തണ പോലെ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഉച്ചിപ്പുളി എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ സ്റ്റേഷനാണ്. ഇവിടെ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നല്ല രീതിയിൽ അതിൻ്റെ പ്ലാറ്റ്ഫോമും റെയിൽവേ സ്റ്റേഷൻ കൗണ്ടറുകളും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം മണ്ഡപം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ രാമേശ്വരത്തേക്ക് പണ്ട് ട്രെയിൻ വിട്ടിരുന്നില്ലല്ലോ, നമ്മുടെ പാലം പണി നടക്കുന്ന കാരണം. അപ്പോൾ ഈ മണ്ഡപം വരെയാണ് ട്രെയിൻ ഉണ്ടായിരുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് രാമേശ്വരം വരെ ട്രെയിൻ സർവീസ് ഉണ്ട്. മണ്ഡപം ക്യാമ്പ്. അങ്ങനെ മണ്ഡപത്തിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടു. ഇനി നേരെ അടുത്ത സ്റ്റോപ്പ് രാമേശ്വരമാണെന്ന് തോന്നുന്നു. ഈ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തോന്നുന്നു ആ കടൽ വരുന്നത് പാമ്പമ്പാലം വരുന്നത്. അറിയില്ല, പാമ്പമ്പാലം ഇനി രാത്രിയിൽ കാണാൻ പറ്റുമെന്നുള്ളതും അറിയില്ല. ട്രെയിനിൻ്റെ സ്പീഡ് എന്താ കുറഞ്ഞു വന്നല്ലോ.
പാലത്തിൻ്റെ അവിടേക്കാണോ? വേറെ ട്രാക്കൊക്കെ മാറി കിടക്കുന്നുണ്ട്. വളരെ പതുക്കെയുണ്ടോ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിപ്പം കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. പാമ്പൻ പാലം അതൊക്കെ രാത്രിയായില്ലേ, എന്തെങ്കിലും ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. മണ്ഡപം റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചയാണ് കേട്ടോ. പ്ലാറ്റ്ഫോമിൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല തോന്നുന്നു. ഇവിടെയൊക്കെ കോഴിമണ്ണാണ്. ഇതിവിടെ 2 ട്രാക്ക് കാണിക്കുന്നുണ്ട്. അതിലൊരു ചെറിയൊരു ട്രെയിനിൻ്റെ ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി എന്താ അവിടെ നിന്ന് വേറെ ട്രെയിൻ വരാനുണ്ടോ? അതാണോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഇതാണ് ഞാൻ വന്ന ട്രെയിൻ. കുറേ പേരൊക്കെ ട്രെയിനിൻ്റെ പുറത്തിറങ്ങി നിന്ന് നോക്കുന്നുണ്ട്. കുറച്ച് നേരം ട്രെയിൻ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. മണ്ഡപം. ഇരുട്ടായ കാരണം ഒന്നും കാണാനില്ല. അതിനൊന്നും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. പാമ്പൻപാലം ഒന്നും. ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടോ? വേറൊരു ട്രാക്കിലൂടെ കയറിയിട്ടാണ് പോകുന്നത്. ഇതാണോ റോഡ്? ഇനി പാലം വരാൻ പോകണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രിഡ്ജ് വരുന്ന ഏതായിരിക്കും? അവിടെ അപ്പുറത്തെ സൈഡിലായിരിക്കും. എത്തിട്ടോ ആ പാമ്പൻ ബ്രിഡ്ജ്. അവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ആ കടല് കാണുന്നുണ്ട്. ശരിക്കും നല്ല കാറ്റുണ്ട്. ഫോണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമെന്നൊരു സംശയം. നിങ്ങൾ കാണുന്നുണ്ടോ ആ പഴയ ഒരു പാലം, റെയിൽവേ പാലം? അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വണ്ടികളൊക്കെ പോകുന്ന പാലം. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണ് പുറത്തേക്ക് ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നില്ല. എന്താ രാത്രി വഞ്ചിയിൽ മീൻ പിടിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. LED ലൈറ്റൊക്കെ വെച്ചിട്ട് ലേസറൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിണ്ട് കേട്ടോ. പാമ്പൻ പാലത്തിന്റെ ഉള്ളിൽ കൂടെ, പഴയ പാമ്പൻ പാലം നമുക്ക് അപ്പുറത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാൽമണിക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ വാങ്ങണം. പക്ഷെ ഇരുട്ടായി കാരണം കാണുന്നില്ല. പാമ്പൻ ഇപ്പൊ തന്നെ വണ്ടി പോയേനെ. അയ്യോ, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനാണ് ഇതെന്ന് തോന്നുന്നു. കുറച്ച് വലിയ സ്റ്റേഷനാണ് കേട്ടോ. അത്യാവശ്യം ട്രാക്കുകളൊക്കെ കാണാനുണ്ട്. ഇതാണ് രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ. ഒരു മനുഷ്യൻ്റെ കുട്ടിയിലോട്ടോ ഇവിടെ. ദൈവമേ, വിജനമായൊരു സ്ഥലത്തേക്കാണല്ലോ ഞാൻ എത്തിച്ചേർന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങി അങ്ങനെ സുരക്ഷിതമായിട്ട് നമ്മളതിനെ രാമേശ്വരത്തേക്ക് ഈ ട്രെയിനിവിടെ എത്തിച്ചു. ഇനി അതിൻ്റെ എൻജിൻ മാറ്റിയിടുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെ ടൈലിട്ടിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ സഞ്ചരിച്ച് വന്ന ആ ട്രെയിനിൻ്റെ എൻജിൻ ഭാഗം ഇവിടുന്ന് അഴിച്ചുകൊണ്ട് പോയി. ഇനി അത് നേരെ അങ്ങോട്ട് എത്തിച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അതിൻ്റെ പിന്നിൽ കെട്ടാനുള്ള പരിപാടിയാണ്. സിഗ്നൽ കാണിച്ചിട്ടുണ്ടോ? ഒരു ഏര അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു 2 വെള്ള ലൈറ്റ്, അതാണ് ഇവിടെ ക്രോസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്.
രാമേശ്വരം റെയിൽവേ പോലീസ് സ്റ്റേഷനാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത്. ഒരു ലേഡിയാണ് കേട്ടോ ആ വണ്ടി ഇപ്പോൾ ഓടിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് എന്താ നോക്ക്, ഇവിടെ ട്രാക്ക് അവസാനിച്ചു. ആ ട്രാക്ക് അവസാനിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. സമയം 10:20. ഈ ഒരു സമയം ഇവിടെ രാമേശ്വരത്തേക്ക് എത്തിയപ്പോൾ 6:15 കയറിയതാണ്. 4 മണിക്കൂറുണ്ട് കേട്ടോ ട്രെയിനിൻ്റെ വരുമ്പോൾ ഇങ്ങോട്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എവിടേക്ക് പോകാനാ? ഇതെന്താ പേരാലാണെന്ന് തോന്നുന്നു. ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോമുകൾ. ഇവിടെ എന്താ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ആ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ട്രാക്കുകളൊക്കെ ഉള്ളത്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പണി മുഴുവനായിട്ടും പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെയാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുള്ള വഴിയൊക്കെ ഉള്ളത്. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു ബോർഡ് കാണുന്നുണ്ട്, ഡിജിറ്റൽ ബോർഡ്. അതിൽ വരുന്ന ട്രെയിനുകളുടെ പേരും വിവരങ്ങളൊക്കെ ഉണ്ട്. 20:50 ഒരു ട്രെയിന് ഇവിടെ നിന്ന് ഇനി പുറപ്പെടുന്നുണ്ട്. രാമേശ്വരത്ത് നിന്ന് ചെന്നൈക്ക് പോകുന്ന ഒരു ട്രെയിന്. ഇനിയിപ്പോൾ അത് തമിഴിൽ മാറി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ വരും. അപ്പോഴാണ് അത് എനിക്ക് വായിക്കാൻ കഴിയുന്നത്. എനിക്ക് തമിഴ് അറിയില്ല. രാമേശ്വരം ചെന്നൈ എഗ്മോർ SF എക്സ്പ്രസ്.